ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് 4 ബ്രൈഡ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും നല്ല സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യം വന്നിട്ട് രാവിലെ ഏർലി മോർണിംഗ് 1:30 ആവുന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ബ്രൈഡ് ഗീതുവിൻ്റെ വീട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആളുടെ എൻഗേജ്മെൻറ്റ് ലുക്ക് നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോസും അതുപോലെ എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാരിയൊക്കെ നേരത്തെ ഡ്രൈപ്പ് ചെയ്ത് പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാനായിട്ട് പറ്റി. ആളുടെ ഓർണമെൻറ്റ് സെറ്റിങ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. മീൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഓർണമെൻറ്റ് സെറ്റിങ്സ് ഇതായിരുന്നു. അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു 6 ആകുമ്പോൾ ആൾക്ക് റെഡി ആവണമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വർക്ക് വരുന്നത് ധോണിയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ബ്രൈഡ് അൻസിയൻ്റെ വെഡ്ഡിങ് ലുക്കാണ് കേട്ടോ നമ്മൾ. ഹിജാബി ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. ആ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ബ്രൈഡും സെക്കൻഡ് ഹിജാബി ബ്രൈഡും വന്നതുകൊണ്ട് ആളുടെ ഔട്ട്ഫിറ്റും ഓർണമെൻറ്റ്സും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ബഡ്ജറ്റ് വെഡ്ഡിങ്സിനായിരുന്നു ആളുടെ ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടീക്ക സെറ്റിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഒരു ടീക്ക നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ആളുടെ ക്യാരക്ടർ ആണെങ്കിലും ആളുടെ ഫാമിലിയിലെ ക്യാരക്ടർ ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു മീൻസ് നമ്മളോടുള്ള അപ്രോച്ചൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ മീൻസ് അടുത്ത ബ്രൈഡിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.